എന്നെ എന്തുമാത്രം തേജോവധം ചെയ്യും. മാത്രമല്ല ചന്ദ്രയിൽ എഡിറ്റോറിയൽ എഴുതിക്കണം. ഇത് മഹാസംഭവമാണെന്നറിയാമോ? ഞാൻ എന്ത് മഹാ തെറ്റായത്. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളോട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ള തെറ്റെന്താ? 14 യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട്. ഒരൊറ്റ യൂണിവേഴ്സിറ്റി പോലും ഒരു ഈഴമില്ല. ഈ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിലെങ്കിലും ഒരു ഈഴവനെ വെക്കണം. അത് ചെയ്തില്ല ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ കസേരയിൽ നിന്നിട്ട് ഞാനത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ എൻ്റെ ഈ കസേരയുടെ ആ വലിപ്പവും മഹിമയും അവഹേളിക്കുകയല്ലേ. ആ കസേരയിൽ നിന്ന് ഞാൻ പറഞ്ഞുപോയി. എതിർത്ത് മുഴുവൻ വേറെ ഒരു സമുദായമില്ല. ലീഗുകാർ മാത്രം അവർ ചെറുതും വലുതും പോഷകം ഉൾപ്പെടെ എൻ്റെ തേജോവധിച്ചത്. ഞാൻ വേണ്ടിയില്ല. അടുത്തത് ഇവിടെ എം പിമാരെ നോമിനേറ്റ് ചെയ്തു. എം പിമാരെ നോമിനേറ്റ് ചെയ്തത് ഓരോ രാഷ്ട്രീയ കക്ഷികളാണ്. പല കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ 9 എം പിമാരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഇടതും വലുതുമായിട്ട്. ഈ നോമിനേറ്റ് ചെയ്തപ്പോൾ തന്നെയെല്ലാം ഒരൊറ്റ പിന്നോക്കക്കാരനെയും പട്ടികജാതിക്കാരനെയും നോമിനേറ്റ് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ എന്തുമാകട്ടെ, നോമിനേറ്റ് ചെയ്തതിൽ ഈ 9, 7 ന്യൂനപക്ഷം, 2 ഭൂരിപക്ഷം. അതും ഞാൻ പറഞ്ഞു ശരിയല്ല കാണിച്ചത്. ഒരു പിന്നോക്ക ആഭിമുഖ്യമുള്ള ഈ ഗവൺമെൻറ് പോലും അത് ചെയ്തില്ല. മുമ്പിനും തൊഴിൽ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ കയറി ചാടിക്കൊത്തി എൻ്റെ വീട്ടിൽ കയറിയതും ലീഗുകാരാണ്. വേറെ ആരും പറഞ്ഞില്ല. എന്നാൽ ക്രിസ്ത്യാനി പറഞ്ഞില്ല. ന്യൂനപക്ഷം എല്ലാവരും. ഇവരെല്ലാം എന്നെ കണ്ടുവരുവാൻ ചർവണം ചെയ്തുകൊണ്ട് ചെറിയ റാവുത്തർ സംഘടന വരെ എനിക്കെതിരായി പ്രമേയം പാസാക്കുകയും ചുരുക്കം പറഞ്ഞാൽ പ്രമാണം കത്തിച്ച് എന്നെ ഈ ലോകത്തു നിന്ന് പറഞ്ഞു വിടണമെന്നുള്ള ഇതുവരെ അങ്ങേറ്റം ശക്തമായ വർഗീയ വിദ്വേഷം വരുത്തുന്ന ജൽപ്പനങ്ങൾ രണ്ടാമത് നടത്തി. ഞാൻ പറഞ്ഞു തരട്ടെ ഈ തോക്കിക്കയറി വീഡിയോക്കല്ലേ ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്നവരെ എനിക്ക് അവസരം തരണമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതിനെല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. അടുത്ത മൂന്നാമത്തത്, ഇതിനെല്ലാം എതിർക്കുന്നത് ലീഗിൻ്റെ നേതൃത്വം മാത്രമാണ്. കാരണം അവർ മാടി വിളിച്ചപ്പോൾ ഞാൻ ചെന്നില്ല എന്നുള്ളത് വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടുള്ള പ്രതികാരമാണ്. മൂന്നാമത്തത്, മലപ്പുറത്തൊരു സമ്മേളനത്തിൽ ഞാൻ ചെന്നത് 3 കൊല്ലം കൂടെ മുമ്പ് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ സംസാരത്തെ പറഞ്ഞ് ഇവിടെ നമുക്ക് മലപ്പുറത്ത് ഒരു സ്ഥാപനമില്ല, ഒന്നും നിലനിന്നിട്ടില്ല, വിദ്യാഭ്യാസപരമായും വളരെ തകർച്ചയിലാണ്, ലീഗ് ഒരു പരിഗണന നൽകിയിട്ടില്ല, ഉള്ളതെല്ലാം അവരെടുക്കുക എന്നുള്ള വാക്കുകൾ കൊടുത്തിട്ട് എന്ന് പറയുമ്പോൾ ഉടനെ അതിന് ശക്തമായ പ്രതിഷേധം നടത്തിയെന്ന് മാത്രമല്ല പന്തം കൊളുത്തിപ്പെടണം, എന്നെ കോലം വരെ കത്തിച്ചണം. ഞാൻ എന്താ പരാതി ചെയ്തു മിസ്റ്റർ? എന്നിട്ട് അവർ ട്വിസ്റ്റ് ചെയ്തു. ഞാൻ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചത്. ഞാനെന്ത് മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ച്? മുസ്ലിം സമുദായം എത്രയും നല്ല സമുദായത്തിൽപ്പെട്ട എത്രയും നല്ലവർ. ലീഗിനെയാണ് ഞാൻ പറഞ്ഞത്. ലീഗ് ഭരണത്തിൽ ഇന്നപ്പോൾ ഞങ്ങൾക്ക് എന്ത് തരാത്തത്? മലപ്പുറത്ത് ഒരു കുടിപ്പള്ളി കൊടുത്തവനുണ്ടോ? വയനാട് ഞങ്ങൾക്ക് വരം തന്നോ? കാസർഗോഡ് തന്നോ? 3 ജില്ല അവിടെ കിടക്കല്ലേ മലബാർ പ്രദേശത്ത്. എന്താ ഞാൻ ചോദിക്കുമ്പോൾ ഇവർ ഒരു ജില്ല മാത്രം എന്തുമാത്രം എണ്ണാണ് എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഞെട്ടിപ്പോകും. ഞങ്ങൾക്ക് വെറും നാമം മാത്രമേ സ്കൂളുകളേ ഉള്ളൂ. അവർക്ക് 1000കണക്കിന് സ്കൂൾ എങ്ങനെ കിട്ടി? അവർക്ക് കോളേജുകൾ എത്ര എണ്ണായി? സ്റ്റേറ്റ് വിട്ടക്കൊണ്ട് ആ ജില്ലയിൽ തന്നെ മൊത്തം ഞങ്ങളെക്കാൾ കൂടുതലുണ്ട്. എങ്ങനെ ഉണ്ടായി? അധികാരത്തിൽ നിന്ന് ഇതെല്ലാം വാങ്ങി എടുത്തു കൂട്ടിയപ്പോൾ ഈ ഞങ്ങൾക്ക് കൂടെ ഇറ്റുപറ്റി താഴത്ത് വീഴുന്നെങ്കിലും താണമെന്നുള്ളൊരു അപേക്ഷ പറഞ്ഞപ്പോൾ ഞാൻ മതവിദ്വേഷമാണ് വരുത്തിയത്. ഒരു മതവിദ്വേഷം വരുത്തിയെന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ ഒരു തീവ്രവാദി മുസ്ലിം വിരോധിയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരെല്ലാം ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതും വിദേശത്ത് പോയി നിന്ന് പ്രസംഗിക്കുന്ന എൻ്റെ പ്രസംഗങ്ങൾ വരുന്ന കണ്ടല്ലോ. ഒരു അബ്ദുൽ ഗഫൂറുണ്ട്, അവിടെ വലിയ പുണ്യവാളനായിട്ട് ഏറ്റവും വലിയ മഹാനായിട്ട് ഇങ്ങനെ പറഞ്ഞ അയാളെയും കൊണ്ട് ഞാൻ നടന്നതാണ് ഈ രാജ്യത്ത് മുഴുവൻ. MESൻ്റെ ആളെന്ന് പറഞ്ഞു. ഇപ്പം അബ്ദുൽ ഗഫൂർ, ഫസൽ ഗഫൂർ, അവൻ്റെ അപ്പനുണ്ടാക്കി കൊടുത്ത് അയാളുടെ മുകളിൽ കയറിയിരുന്നുണ്ട്. ഇപ്പം എന്ത് കൊള്ള ചെയ്യണത്? ED നോട്ടീസ് അയച്ചിട്ട് എന്ത് ചെല്ലാത്തത്? നാട് കടക്കാൻ കുടുംബസേന നാട് കടക്കാനല്ലേ പോയത്, തിരിച്ചു പോകുന്നില്ലേ? അയാൾ നടന്ന് എന്നെ ചീത്ത പറയും. ഞാനെന്ത് ചെയ്തു? അയാളെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല.
അങ്ങനെ കണ്ടവനും കേട്ടവനും ആയ സകല അലവലാദികളും എന്നെ കയറി ചീത്ത പറയുക. ഞാൻ ചീത്ത പറയാൻ എന്ത് ചെയ്തു? കാരണം ഈ മുസ്ലിം ലീഗിനെ പറ്റി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയാണ്. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. താൻ മുസ്ലിം സമുദായത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, മുസ്ലിം ലീഗിന് എതിരെയാണ് പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ ഭരണകാലത്ത് മലപ്പുറത്ത് ഒരു പള്ളിക്കൂടം പോലും തന്നിട്ടില്ല എന്ന കാര്യം ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ കടുത്ത വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതിൽ ഈ വിഷയം കൂടിയുണ്ട് എന്നതും പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കടുത്ത വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അത് വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നതൊക്കെ പലരും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.